കണ്ടോ, ഇപ്പം സ്വന്തമായിട്ടാണ് ഈ വാഹനം. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാര്യം ഒരു ഓട്ടോ പാർക്കിംഗ് ചെയ്ത് നോക്കിയാൽ, അതായത് നമ്മുടെ ഒരു അസിസ്റ്റും ഇല്ലാതെ വാഹനം സ്വന്തമായിട്ട് പാർക്ക് ചെയ്യോ എന്നുള്ളത് നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ്. ഇപ്പം എൻ്റെ കൂട്ടത്തിലുള്ള സ്കോഡ കോഡിയാക്ക് വാഹനമാണ്. ഞാനിതിൽ പി മോഡ് പ്രസ് ചെയ്തു, അതിനകത്ത് പാർക്ക് അസിസ്റ്റ് കൊടുത്തു. ഇനി ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോൾ സെർച്ചിങ് ഫോർ പാർക്കിംഗ് സ്പേസ് എന്ന് പറഞ്ഞ് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാഹനം ഇപ്പോൾ പതുക്കെ തന്നെ ഡ്രൈവ് ചെയ്യുകയാണ്. ഇപ്പോൾ എവിടെയെങ്കിലും സ്പേസ് ഉണ്ടെങ്കിൽ ഇപ്പം വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരും. പക്ഷേ ഇവിടെ ഇട്ട് നമുക്കൊന്ന് തിരിക്കാം. ഈ വാഹനം യൂസ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രൈവ് എക്സ്പീരിയൻസ് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. എങ്ങനെയുണ്ട് ഈ വാഹനം? എനിക്ക് ഏതായാലും ഡ്രൈവ് എക്സ്പീരിയൻസ് നല്ല അടിപൊളിയാണ് പറയാനുള്ളത്. ഏതായാലും ഞാൻ ഡിമോഡ് ഇട്ടു. ഇതിൻ്റെ ബാക്കിയുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്ന റൈറ്റ് സൈഡിലാണ്, അതായത് ഡ്രൈവ് ബൈ വയറാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചർ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പാർക്ക് അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പി ഞെക്കുക, പാർക്ക് അസിസ്റ്റ്. പി അപ്ലൈ ചെയ്യുക, പാർക്ക് അസിസ്റ്റ് കൊടുക്കുക. വാഹനം സെർച്ച് ചെയ്യും എവിടെയാണ് പാർക്കിംഗ് ഉള്ളത്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് കഴിഞ്ഞാൽ ഇവൻ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുകയാണെങ്കിൽ കാണിക്കും പാർക്കിംഗ് ഡിസ്റ്റൻസ് കൺട്രോൾ ഡീആക്ടിവേറ്റഡ്. അപ്പോൾ നമ്മളിതിപ്പം സെർച്ചിങ് ഫോർ പാർക്കിംഗ് സ്പേസ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഡ്രൈവ് ചെയ്യുക. പതുക്കെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പതുക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യും. സ്ഥലം ഉള്ളതുപോലെ നോക്കി 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 ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞാനും വെയിറ്റ് ചെയ്യുകയാണ്. ഇവൻ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് തരികയാണെങ്കിൽ ഇവിടെ അത് കാണിക്കും. നമ്മൾ നേരത്തെ ഇവിടെ തന്നെയാണ് ഒന്ന് ഇട്ടത്. ഓക്കെ, ശരി. അപ്പോൾ ഞാനിവിടെ ഇട്ടു. ഒന്നുകൂടെ പാർക്ക് അസിസ്റ്റ് കൊടുത്തു. ഞാനിവിടെ നിന്ന് പതുക്കെ ഡ്രൈവ് ചെയ്യുന്നു. അപ്പോൾ ഇത് സെർച്ച് ചെയ്യുകയാണ് എവിടെയാണ് പാർക്കിംഗ് സ്പേസ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ ഇത് ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ വേറെ വാഹനങ്ങളൊക്കെ കണ്ടു. എന്നാലും അവൻ സെറ്റ് ചെയ്തില്ല. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് സ്റ്റാർട്ട് കൊടുത്തു. ഞാനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാനിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. സ്വന്തമായിട്ടിത് പാർക്ക് ചെയ്യുകയാണ്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചുറ്റും ആ ഒരു മിറർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കത് വളരെ കൃത്യമായിട്ട് ആ വിഷ്വൽസ് കാണാം. വെഹിക്കിൾ പാർക്കിംഗ്, സ്റ്റിയറിംഗ് കണ്ടോ. ഇപ്പം സ്വന്തമായിട്ടാണ് ഈ വാഹനം സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കുന്നതും പാർക്ക് ചെയ്യുന്നതും. സംഗതി അടിപൊളിയാണ്. ഇത് ഉള്ള ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക. വെറുതെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യരുത്. ഒന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം ഞാനിത് ഒരു തവണ ചെയ്ത് നോക്കി. വാഹനം അതുപോലെ കൺട്രോളിലാണ്, ആ കൺട്രോളിൽ തന്നെയാണ് ചെയ്യുന്നത്. എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം. യെസ്, പാർക്ക് ചെയ്തു. വെഹിക്കിൾ ഈസ് നൗ പാർക്ക്ഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഏതായാലും ഒന്ന് പുറത്തോട്ട് ഇറങ്ങി ഒന്ന് കാണിച്ചു തരാം. യെസ്, അത് പാർക്ക് ചെയ്തിരിക്കുന്ന രീതി വളരെ കൃത്യമാണ്. ഏതായാലും സംഗതി എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ആ ലൈൻ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക. എങ്ങനെയുണ്ട് ഈ ഫീച്ചർ? നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൂടെ നെട്ടേക്ക്.